ഹലോ ഗായ്സ്, അജ്മൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു ലൈഫ് സ്റ്റോറി. 2023 നടന്നൊരു ലൈഫ് സ്റ്റോറിയാണ്. 2023 ശേഷം 2017 പ്രവാസി എന്ന ലോകത്തിലേക്ക് വന്നു. 2022 നീണ്ട 5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള സ്റ്റോറി. അങ്ങനെ 2022 പകുതിയോടെ നാട്ടിലെത്തി എന്താ ചങ്ങായിമാർ വൈബ്, കറങ്ങാൻ പോക്ക്, ചായ പിടിക്കാൻ പോക്ക്, അങ്ങനെ പോയി ഒരു 2023 പകുതിയോടെ ഒരു ചങ്ങായി സായദ് എന്ന പേര്, അവൻ്റെ പേര് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചങ്ങായിൻ്റെ വീട്ടിൽ പോയി. നമുക്ക് പ്രാവും കൂട്, അവൻ്റെ പ്രാവിൻ്റെ ലോഫ്റ്റ്, നമ്മൾ ലോഫ്റ്റ് എന്നാ പറയല്. അവിടെ പോയി പിന്നെ അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ പ്രാവിനെ പറത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ വിട്ട് പ്രാവിനോട് ഒരു അരം തോന്നി. ആ കൂട്ടിലുള്ള എല്ലാ പ്രാവുകളെയും മത്സരത്തിന്, ടൂർണമെൻറ്റിന് വിടുന്ന പ്രാക്കളാണ്. അങ്ങനെ ഒരു ടൂർണമെൻറ്റിന് വിട്ട് അതെങ്ങനെ നോക്കി നിന്ന് എനിക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഹരം തോന്നി. അങ്ങനെ ആ വീട്ടിൽ 2 ലോക്കൽ പ്രാവിനെ വെച്ച്, അങ്ങനെ ലോക്കലിനെ കൊണ്ടുവന്ന് ലോക്കലിനെ സെറ്റാക്കി. വാർപ്പിൻ്റെ മുകളിലാണ് കൂട് വെക്കിയത്. അങ്ങനെ ആ വാർപ്പ് ആ ഏരിയ ചുറ്റുവട്ടെല്ലാം കൺട്രോളിലാക്കിയിട്ട് കൊണ്ടുവന്നു. പിന്നെ ആ 2 ലോക്കലും എൻ്റെ അടുത്ത് മിസ്സായി. അത് മിസ്സായതിന് ശേഷം നേരെ പറവപ്രാവിനെ കൊണ്ടുവന്നു. ഒരു 2-3 സെറ്റ്, ആദ്യം ഒരു സെറ്റ് കൊണ്ടുവന്ന്. പിന്നെ അത് മുട്ടിട്ടപ്പോൾ അതിൻ്റെ കരു പിടിക്കുന്നില്ല. അങ്ങനെ കുറേ 2-3 സ്ഥലത്ത് നിന്ന് കുറച്ച് നല്ല നല്ല പ്രാവിനെ കൊണ്ടുവന്ന് അതിൻ്റെ കുട്ടികളെ വിരിയിപ്പിച്ച് പിന്നെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി, പറപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ പട്ടയിൽ കുറേ ഭാഗം പ്രാവ് ഏലായി, കുറേ പ്രാവ് മിസ്സായി. അങ്ങനെ ഏലായ പ്രാവിനെ വെച്ചിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കുറേ അബദ്ധങ്ങളെല്ലാം പറ്റി. എങ്ങനെയല്ലോ കുറേ എണ്ണത്തിനെ സെറ്റാക്കി എടുത്ത്. ഇതാ നമ്മുടെ കൂട്. ഇവിടെ ഒന്നല്ല പ്രാവിനെ, ഇത് പറവപ്രാവിനെ ഇറങ്ങാനും കൂട്ടിക്കയറാനുള്ള ഒരു ചെറിയൊരു കൂടാണ് സംഭവം. ഇത് കോഴിക്കൂടാണ്, നമ്മൾ ഇങ്ങനെ സെറ്റപ്പാക്കി എടുത്തതാണ്. പ്രാവിനെല്ലാം താഴേക്ക് ഇറക്കിയിരുന്നു, അച്ചിപ്രാവിനെല്ലാം. ഇത് പ്രാവിനെ പറപ്പിക്കാനും ഇതിന് ഇറങ്ങിയിട്ട് കൂട്ടിക്കയറാനും രാത്രി കാലം തീറ്റ കൊടുത്ത് ഇലാക്കാനും സെറ്റാക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2024 ടൂർണമെൻറ്റിൻ്റെ പിക്ചർ ഇറങ്ങി. ഫെബ്രുവരിയോ മാർച്ചിലാണെന്നറിയില്ല ടൂർണമെൻറ്റ് സ്റ്റാർട്ടാകുന്ന പറഞ്ഞിട്ടുള്ള പിക്ചർ ഇറങ്ങി. എനിക്കൊരാശ, എനിക്ക് ഈ ടൂർണമെൻറ്റ് പറപ്പിക്കണം. അപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്കെല്ലാം ഫുൾ കൊഴിച്ചിൽ വന്ന് ആകെ ഇതായി. പിന്നെ സെക്കൻഡ് ബാച്ച് ഇറങ്ങി. സെക്കൻഡ് ബാച്ച് പ്രാവെന്ന് പറഞ്ഞാൽ ചെറിയ പ്രാവ്, പട്ടപ്രാവാണ്. അങ്ങനെ അതിന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ട്രെയിനിങ് പറഞ്ഞിട്ട് നല്ല പറവയിലെത്തി. അപ്പോൾ എന്നാലും പേര് കൊടുക്കാമെന്ന് വിചാരിച്ച് ടൂർണമെൻറ്റിന്. അങ്ങനെ ഞങ്ങൾ ചങ്ങായി പറപ്പിക്കുന്ന കമ്മിറ്റിയിൽ തന്നെ പേര് കൊടുത്ത്. കമ്മിറ്റീൻ്റെ പേരാണ് CPFA കണ്ണൂർ. അങ്ങനെ CPFA കണ്ണൂർ കമ്മിറ്റിയിലേക്ക് പേര് കൊടുത്ത് അങ്ങനെ ഫസ്റ്റ് ടൂർണമെൻറ്റ് തുടങ്ങി. 2020 12 മണി ചാട്ടം. 12 മണിക്ക് എറിഞ്ഞിട്ട് 7:30 ഇരിക്കണം പ്രാവ്. അങ്ങനെ എൻ്റെ ടൂർണമെൻറ്റിന് ടൈം എത്തി. മെയ് 18 19 എൻ്റെ ടൈം അനൗൺസ്മെൻറ്റ് പിക്ചറിൽ വന്ന്. ആ സമയത്ത് എനിക്ക് വിടാൻ കഴിഞ്ഞിട്ടില്ല, കാലാവസ്ഥ ശരിയില്ല, നല്ല മഴയായിരുന്നു. അങ്ങനെ ആ ചാൻസ് വാങ്ങി 2 ദിവസം കഴിഞ്ഞാൽ വിടണം. അങ്ങനെ 21 തീയതി എൻ്റെ ടൈമായി. അങ്ങനെ പിക്ചർ വന്നു. 21 തീയതി വിടാനുള്ളത്. അജ്മൽ വായനശാല ചാൻസ് വിടൽ. അങ്ങനെ 21 തീയതിയായി. 12 മണിക്ക് റഫറി വന്ന്, കുട്ടേട്ടൻ പറഞ്ഞ് പ്രാവിലും സെറ്റല്ലേ, ഇളകിക്കോന്ന് പറഞ്ഞ്. അങ്ങനെ 12 മണിക്ക് കൃത്യത്തിന് പ്രാവിനെ വിട്ട് 1 മണിയായി, 2 മണിയായി, 3 മണിയായപ്പോൾ ഒരു പ്രാവ് വന്ന് ഇരുന്ന്.
കുട്ടേട്ടൻ പറഞ്ഞ് അതിനെ കയറ്റുന്നുണ്ടെങ്കിൽ കയറ്റാം എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയിട്ട് കയറ്റി താഴെ വന്ന്. പിന്നെ മറ്റേ പ്രാവ് ഒറ്റയ്ക്ക് അങ്ങനെ പറക്കൽ തന്നെ. പറന്ന് അപ്പുറത്തും ടൂർണമെൻറ്റിൽ നടക്കുന്നുണ്ട്. ആ പ്രാവിൻ്റെ അപ്പുറത്തിൽ നിന്ന് ഇറന്ന്. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ ടൂർണമെൻറ്റാണ്. എൻ്റെ കൈയും കാലെല്ലാം വറക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഗുരുവുണ്ടല്ലോ, എൻ്റെ ഗുരു സാധാണ്, എൻ്റെ ചങ്ങായി. പിന്നെ വേറെ ഒരാളുണ്ട് എൻ്റെ പ്രാവിനെ ഫസ്റ്റ് ലോഫ്റ്റ് കാണാൻ പോകുന്ന അവർത്തും പോയി. അവരെല്ലാം വന്ന് കുറേ ആളുണ്ട് എൻ്റെ ടൂർണമെൻറ്റ് കാണാൻ. അങ്ങനെ സമയം പോയി 7 മണിയായി. 7 മണി 6:45 ലൈറ്റ് ഇടാം. ഇരുടാകുമ്പോൾ ലൈറ്റ് ഇടാം, പ്രാവിന് നമ്മുടെ വീടും പറപ്പിൻ്റെ മുകളിലെല്ലാം കാണാനും വേണ്ടിയിട്ട്. അങ്ങനെ 7 മണിയായപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് കൃത്യം 7:02 പ്രാവ് ഇരുന്ന്. പ്രാവ് ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ബാക്കിയുള്ള ആളെല്ലാം എന്നെ പറഞ്ഞ്, എടാ പ്രാവ് ലൈറ്റ് ഇട്ടാൽ കൃത്യം നിൻ്റെ വീട്ടിൽ വന്ന് ഇരിക്കുമെങ്കിൽ 7:15 വരെ ലൈറ്റ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. 7:15 നിനക്ക് ഇട്ടോടെ എന്ന് പറഞ്ഞ്. പക്ഷെ എൻ്റെ ബേജാറിൽ ഞാൻ 7:02 തന്നെ പോയി ഇട്ട്. ഞാൻ ആദ്യമായിട്ട് പ്രാവിനെ പറത്തിരിക്കുന്നല്ല. പക്ഷെ എനിക്കത് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ പറയില്ല, പ്രാവ് 7 മണിക്ക് ശേഷം ഇരിക്കണം. അതായിരുന്നു എൻ്റെ ആശ. കൃത്യമായി 7:02 വന്ന് ഇരുന്നു. ലൈറ്റ് ഇട്ട ഉടനെ വന്നിരുന്നു. ഈ 7:02 മുട്ടിക്കലെന്ന് 7:02 പ്രാവിനെ വന്ന് ഇരുത്തിക്കലെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ പ്രാവിനെ പോറ്റുകാർക്ക് നല്ലോണം അറിയാം. പല ആൾക്കും കുറേ ആയി പ്രാവിനെ പോറ്റി വന്നൊക്കെ ഈ 7:02 പ്രാവിനെ ഇരുത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രാവ് 7:02 വന്ന് ഇരിക്കുന്നു ആദ്യ പോറ്റിൽ തന്നെ. അത് എനിക്ക് ഭയങ്കര വല്ലാത്തൊരു സന്തോഷമായി. അങ്ങനെ ഭയങ്കര സന്തോഷമായി. ഒരു പ്രാവിനെ ആദ്യമായിട്ട് പോറ്റി ഫസ്റ്റത്തെ ടൂർണമെൻറ്റിൽ തന്നെ 7 മണി മുട്ടിച്ച്. അങ്ങനെ ടൂർണമെൻറ്റെല്ലാം കഴിഞ്ഞ് കുട്ടേട്ടനെ ഭയങ്കര പ്രോത്സാഹനം തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ കുട്ടേട്ടനോട് ബൈയെല്ലാം പറഞ്ഞ്, എല്ലാവരോടും ബൈ പറഞ്ഞ് അങ്ങനെ ടൂർണമെൻറ്റ് അതിലോട്ട് കഴിഞ്ഞ്. അങ്ങനെ അടുത്ത ടൂർണമെൻറ്റ് തുടങ്ങി. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഫോണിൽ അതൊന്നും ഇല്ല. എൻ്റെ പഴയ ഫോണിലായിരുന്നു അതിലുള്ളത്. അതിലും പോയി. അതൊരു 10 മണി ചാട്ടായിരുന്നു. 10 മണിക്ക് പ്രാവിനെ അളക്കലാണ് ടൂർണമെൻറ്റ്. അങ്ങനെ ഡേറ്റ് എത്തി. അങ്ങനെ ലെഫ്രിയെല്ലാം വന്നു, എൻ്റെ നാട്ടുകാർ തന്നെ ലെഫ്രി. അങ്ങനെ 10 മണിക്ക് പ്രാവിനെ ഇളക്കി. 2 പ്രാവ് നല്ല അടിപൊളിയായിട്ട് പറന്നിന്. നല്ല അടിപൊളി. വിടുമ്പം തന്നെ മഴയുണ്ട്. മഴ ഇങ്ങനെ പെടുന്നോണ്ടിരിക്കുന്നുണ്ട്. 10 മണി ഇറക്കി 12 മണിയായി. 2 മണിക്ക് ഒരു പ്രാവ് വന്ന് ഇരുന്ന്. കാരണം ശക്തമായ മഴ. ആ മഴ പിടിച്ച് നിൽക്കാൻ ഒരു പ്രാവിനായിട്ടില്ല. അത് വന്നിരുന്ന്. അപ്പോൾ രണ്ടാമത്തെ പ്രാവ് നല്ല പറന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഒരു നല്ല ശക്തമായ മഴ അങ്ങനെ നല്ല കൂടി, നല്ല കാറ്റും മഴ ആയതുകൊണ്ട് പ്രാവിന് ബാലൻസ് കിട്ടുന്നില്ല. ഒന്നാമത് പട്ടപ്രാവാണ്. ബാലൻസ് കിട്ടാണ്ട് പ്രാവ് എവിടെയോ പോയി ഇരുന്ന്. എന്നിട്ട് എനിക്ക് ചാൻസ് കിട്ടി, ഞാൻ ഇത്ര മിനിറ്റിനുള്ളിൽ വരണമെന്നുള്ളത്. പക്ഷേ ആ ഒരു ടൈമിന് വന്നിട്ടില്ല. അങ്ങനെ അത് ടൂർണമെൻറ്റ് ക്യാൻസലായി. പക്ഷെ അന്ന് നല്ലൊരു ടൈം വെക്കുന്നതാണ്. ഈ മഴ കാരണം അത് നഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് ടൂർണമെൻറ്റിനൊന്നും പറത്താനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പാക്ക് സുഖമില്ലാണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ കേസെല്ലാം കുറേ നാൾ ഹോസ്പിറ്റലിലായി. ടൂർണമെൻറ്റിൻ്റെ ഡേറ്റ് എല്ലാം അങ്ങ് കഴിഞ്ഞ്. പിന്നെയും പ്രാവിനെ ഒഴിവാക്കി. വേണ്ട, ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രാവിനെ ഒഴിവാക്കി. പിന്നെ ഗൾഫിലൊന്നും പോയിട്ടില്ല. കുറേ നാൾ നാട്ടിൽ തന്നെ ഉരുണ്ട് കളിച്ച്. പിന്നെയും അടുത്ത പോറ്റണമെന്നുള്ള ഇതിൽ വീണ്ടും വെച്ച് പിന്നെ പ്രാവിനെ വീണ്ടും സെറ്റാക്കി. അങ്ങനെ വീണ്ടും ചങ്ങായിമാർത്തുനിന്ന് പ്രാവിനെ വാങ്ങി കുട്ടി വിരിയിപ്പിച്ച്. പ്രാവിനെ നല്ല ചിറകെല്ലാം കട്ട് ചെയ്ത് നല്ല ടൈം ആകുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്.
ഞാൻ ടൈമായപ്പോൾ ഞാൻ ചിറകെല്ലാം വലിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഗൾഫിലേക്ക് വരേണ്ട ഓഫർ വന്നു. പിന്നെന്തായി, അങ്ങ് എല്ലാത്തിനും അങ്ങ് ഒഴിവാക്കി. അങ്ങനെ പ്രവാസിയായി വീണ്ടും. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു കഥ, അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത്, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.